ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പായസം തയ്യാറാക്കാം അല്ലേ. ഓണം ആകുമ്പോൾ പായസം ഇല്ലാതെ എന്താ ഓണം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പായസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടായിക്കോളൂ. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല എല്ലാ ദിവസവും പായസം ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കാത്തതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് വ്യത്യസ്തമായ പായസങ്ങളൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ നമ്മളിതിന് മുൻപ് വ്യത്യസ്തമായിട്ടുള്ള പല പായസങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പായസങ്ങളെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പായസം എന്ന് പറയുന്നത് നമ്മുടെ പൂവൻ പഴം പ്രഥമനാണ്. പൂവൻ പഴമൊക്കെ എല്ലായിടത്തും ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു 1/2 കിലോ പൂവൻപഴം വാങ്ങിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒന്ന് പ്രഥമൻ ഉണ്ടാക്കി നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഏത്തപ്പഴം പ്രഥമൻ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പൂവൻപഴം പ്രഥമൻ കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓണത്തിന്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരത്തെ ഓരോ പായസങ്ങളുടെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ പൂവൻപഴം പ്രഥമൻ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ പൂവൻപഴം എടുത്തിട്ടുണ്ട്. പൂവൻപഴം എന്ന് തന്നെയാണോ എല്ലാ സ്ഥലത്തും പറയാമെന്നറിയില്ല. ഇതുപോലെ നല്ല വണ്ണമുള്ള ഞാലിപ്പൂവൻപഴത്തിനേക്കാൾ വണ്ണമുള്ള പഴമാണ് പൂവൻപഴം. അപ്പോൾ 1/2 കിലോ പൂവൻപഴത്തിലേക്കായിട്ട് നമ്മൾ ഒരു 25 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി ഒരു 3 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് വേഗം കുക്കായി കിട്ടാനായിട്ട്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട് ചെറിയതായിട്ട്, നമ്മൾ ഉണ്ണിയപ്പത്തിൽ ചേർക്കുന്ന പോലെ. പിന്നെ 1-ാം പാല് 1.5 കപ്പ്, 2-ാം പാല് 1.5 കപ്പ്, 3-ാം പാല് 2.25 കപ്പ്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കര. നല്ല ബ്ലാക്ക് ശർക്കര കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. നല്ല ഇരുണ്ട ശർക്കരയാണ് നമുക്ക് പായസത്തിന് ഏറ്റവും നല്ലത്. വെളുത്ത ശർക്കരയാണെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല പായസം. പിന്നെ സാധാരണ പോലെ തന്നെ കാഷ്യൂനട്ട്, റൈസിൻസ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് വരട്ടിയൊക്കെ എടുക്കാനായിട്ട്. പഴം കുക്ക് ചെയ്യേണ്ട, നമ്മൾ നെയ്യിൽ വരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ പഴം ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പൂവൻപഴം മുഴുവൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറുകെ കനം കുറച്ച് കട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ശർക്കര ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. 1/2 കിലോ ശർക്കര ചെറുതാക്കിയിട്ട് 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യുക. ഒരുപാട് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരട്ടി കുറേ സമയം പോകും. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് രണ്ടും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴം വരട്ടിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. കുറച്ചധികം നെയ്യ് ചേർക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഏത്തപ്പഴം പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന പോലെ കുറച്ചധികമായിട്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാൻ നെയ്യ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ മറന്നു പോയതുകൊണ്ട് കുറച്ച് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നെയ്യൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് നെയ്യിൽ തന്നെ വരട്ടിയെടുക്കണം. വെള്ളം ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ശർക്കരയും മെൽറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ശർക്കര മെൽറ്റായി വരട്ടെ. അപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി പഴം നന്നായിട്ട് ഉടഞ്ഞ് വരണ്ട് വരുന്നത് വരെ, പഴം നന്നായിട്ട് ഉടഞ്ഞ് വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ നമ്മുടെ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചവ്വരിയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേഗം കുക്കായി കിട്ടും. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമ്മൾ വേവിക്കാം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വേഗം തിളച്ചു തുടങ്ങിയിട്ടോ. വെച്ചിട്ട് കുറച്ച് സമയം ആയുള്ളൂ തിള വന്നു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ ചീവി എടുത്തിട്ട്, ശർക്കര കത്തി ഉപയോഗിച്ച് ചീവി എടുത്തിട്ട് പാനി ഉണ്ടാക്കുകയാണെങ്കിൽ വേഗം നമുക്ക് ശർക്കര പാനി റെഡിയായി കിട്ടും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിച്ചാണ് എടുക്കുന്നതെങ്കിൽ ആ പൊട്ടിച്ച കട്ടകൾ മെൽറ്റായി വരാൻ സമയമെടുക്കും. അപ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ചീവി എടുത്തിട്ട് ശർക്കര പാനി റെഡിയാക്കാണ് നല്ലതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ 3-4 റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മുടെ ഓണം പോലെയുള്ള സീസണിൽ നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര പാനി തലേ ദിവസം റെഡിയാക്കി എടുത്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പായസം റെഡിയാക്കാം. ഫ്രിഡ്ജിൽ വെക്കണം, പുറമേ വയ്ക്കരുത്. അപ്പോൾ അങ്ങനെ 2-3 പായസങ്ങൾക്കുള്ള ശർക്കര പാനിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ റെഡിയാക്കി വയ്ക്കാം. അതുപോലെ ഏലക്ക പൊടിച്ച് വയ്ക്കുക, ചുക്ക് പൊടിച്ച് വയ്ക്കുക, ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പായസം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ശർക്കരപ്പാനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പഴം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പഴം ഉടഞ്ഞു വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് നന്നായി റെഡിയായി വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാം. പൂവമ്പഴം പ്രഥമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം പ്രഥമൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്, വേഗം ചെയ്യാവുന്നതാണ്. ഏത്തപ്പഴമാണെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് വരട്ടിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ മിക്സിയിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. ചെറുതായിട്ടും കൂടെ ഒന്ന് ഉടയാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം 3/4 കപ്പ് വെള്ളത്തിൽ ചൗരി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചൗരി എപ്പോഴും മധുരം ചേർക്കുന്നതിന് മുൻപേ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവണം. മധുരം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൗരി കുക്കാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പായസത്തിൽ വരട്ടിയെടുത്തിട്ട് നമുക്ക് പാലൊക്കെ ഒഴിച്ച് വേവിക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം ശർക്കരപ്പാനിയിലാണ് പഴം വരട്ടുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വേവിച്ചെടുക്കുക. ഇല്ലാത്ത പായസങ്ങളിലൊക്കെ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മുടെ ചൗരി വേവിക്കാറുള്ളത്. അപ്പോൾ ചൗരി ഇനി കുക്കായി വരട്ടെ. ചൗരിയുടെ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് 3/4 കപ്പ് വെള്ളമേ വെച്ചിട്ടുള്ളൂ. ഒരുപാട് വെള്ളം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പഴത്തിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഴം ഇനിയൊന്ന് ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് വഴണ്ട് വരണം. ഇപ്പോൾ കട്ടിയായിരിക്കും, അതൊന്ന് ലൂസായി വരാനായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പായസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓണത്തിന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പൂവമ്പഴം പായസത്തിന് പൂവമ്പഴത്തിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ രസകദളി എന്നാണോ ഈ ഒരു പഴത്തിന് പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാമെന്നുള്ളത്. നമ്മുടെ ഇവിടെ പൂവൻപഴം എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാമെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയിൽ പഴം നന്നായിട്ട് വഴണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചൗവരി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പാകത്തിന് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൗരി ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓവർ കുക്ക് ആവുന്നതിന് മുന്നേ ചൗരി ചേർക്കുക. ഓവർ കുക്ക് ആവരുത്, എങ്കിലും ആവശ്യത്തിന് കുക്ക് ആവുക വേണം ചൗരി. നമുക്ക് കാണാൻ കിട്ടണം, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിയിൽ വേണം ചൗരി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ചൗരിയും ശർക്കരയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കില്ല, ലാസ്റ്റേ ചേർക്കുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് ഇടയ്ക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് താല്പര്യം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പായസത്തിൻ്റെ ജോലി വളരെ ഈസിയാണ്, വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുത്തതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കളർ കിട്ടുന്നത്. ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ശർക്കരയാണെങ്കിൽ നമ്മുടെ പായസത്തിന് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല, പായസം പോരാ എന്ന് തോന്നും. അപ്പോൾ എപ്പോഴും ശർക്കര പായസത്തിന് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കാൻ വാങ്ങിക്കുമ്പോൾ ഡാർക്ക് കളറുള്ള ശർക്കര നോക്കി വാങ്ങിക്കുക. അത് ഏത് പ്രഥമനാണെങ്കിലും ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ചവരി ചേർത്തുകൊണ്ട് തന്നെ വേഗം കുറുകി വരും. ചവരി ചേർക്കുന്നത് തന്നെ നമ്മുടെ പായസത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അരിപ്പൊടിയോ അങ്ങനെയൊന്നും കലക്കി ചേർക്കുന്നില്ലല്ലോ. അതിനൊക്കെ പകരമായിട്ടാണ് ചവരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നീക്കുമ്പോൾ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ ഇങ്ങനെ നീക്കി നോക്കുക. ഇനി നമുക്കിതിലേക്ക് 3-ാം പാല് ചേർക്കാം. 2.25 കപ്പാണ് 3-ാം പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. 3-ാം പാല് ചേർത്ത് വീണ്ടും ഇളക്കി ലൂസാക്കി എടുക്കുക. നമ്മൾ ഈ വരട്ടി എടുക്കുന്നതിനാണ് കേട്ടോ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമുക്ക് വരട്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റും കുറവായിരിക്കും. ഇനി 3-ാം പാലൊന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് ഇളക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പായസവും പാലും ചേർന്ന് മിക്സായി വരുന്നുണ്ട്. ഇത് പാൽ പായസത്തിൽ ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മുടെ ശർക്കര പായസം തന്നെയാണ് കേട്ടോ.
പൂവൻ പഴം പാൽപ്പായസമായിട്ടും ചെയ്യാം, ശർക്കര പായസമായിട്ടും ചെയ്യാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു പ്രഥമനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് മൂന്നാം പാലൊക്കെ വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി രണ്ടാം പാല് ചേർക്കാം. രണ്ടാം പാല് 1.5 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി രണ്ടാം പാല് ചേർത്ത് വീണ്ടും ഒന്ന് ലൂസാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് സമയം തിളപ്പിക്കുക. ഒന്ന് ലൂസാക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. പിന്നെ കുറച്ച് സമയം തിളയ്ക്കണം. നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഏത് വേണം എന്നുള്ളത് നമ്മളിപ്പോൾ രണ്ടാം പാല് ചേർക്കുമ്പോഴാണ് തീരുമാനിക്കുന്നത്. പായസം ഒരുപാട് കുറുകി പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒന്നാം പാല് ചേർക്കണം. അതനുസരിച്ച് രണ്ടാം പാല് തിളപ്പിക്കാൻ പാടുള്ളൂ. ഒരുപാടിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇതൊന്നുകൂടി ഇരുന്ന് കുറുകും. അപ്പോൾ രണ്ടാം പാല് ഒരു 3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിളപ്പിച്ച് നമ്മൾ മൂന്നാം പാല് വറ്റിച്ച പോലെ ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കേണ്ട. കണ്ടോ, നമ്മുടെ ചൗരിയൊക്കെ ഇപ്പോൾ ആ ശർക്കരപ്പാനിയുടെ കളറായി കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ട് അപ്പോൾ ഇനി ഇതൊന്നുകൂടി തിളച്ച് വരട്ടെ. നമ്മളിപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ട് ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ഞാനിപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും 1 കപ്പേ ചേർക്കുന്നുള്ളൂ. വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്നാം പാല് ചേർത്തത്. വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് വീണ്ടും കുറുകും. അതിനനുസരിച്ച് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കേണ്ടിയിരിക്കണം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചുക്കുപൊടി ഉണ്ടല്ലോ, പ്രഥമനാകുമ്പോൾ ചുക്കുപൊടിയൊക്കെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ നമ്മുടെ ചുക്കുപൊടി ചേർക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക. ഇത് നമുക്ക് ഒന്നാം പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഉപ്പ് ചേർക്കുന്ന കാര്യം ചോദിക്കരുത് കേട്ടോ. ഞാൻ ഒരു പായസത്തിലും ഉപ്പ് ചേർക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ശർക്കരയ്ക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കണ്ടെന്ന് പറയുന്നത്. അതുപോലെ പാൽപ്പായസത്തിലാണെങ്കിലും ഉപ്പ് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോവും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാത്ത. ആ ഉപ്പിൻ്റെ ടേസ്റ്റ് വേണ്ട. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് വറവിടാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും നമ്മുടെ തേങ്ങക്കൊത്തും എല്ലാം ഫ്രൈ ചെയ്യാനായിട്ടാണ് പാൻ വെച്ചിട്ടുള്ളത്. ഒരു 2 ടീസ്പൂൺ നെയ്യൊക്കെ മതി കേട്ടോ. ഒരുപാട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യിലാണ് നമ്മുടെ പഴം വരട്ടിയെടുത്തത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങക്കൊത്ത് ചെറുതായിട്ട് മുറിച്ചത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അത് കണ്ടോ, ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്യാൽ. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൽ ഇടുമ്പോൾ നമുക്ക് ആ കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിനും കട്ട് ചെയ്യുന്നത്. ഇനി തേങ്ങക്കൊത്തൊന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം ഇതിലേക്ക് തന്നെ ചേർക്കാം കേട്ടോ. വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് റൈസിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് കാഷ്യൂനട്ടിൻ്റെ കളർ മാറി വരണ്ട. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസിൻസ് ചേർക്കാം. പിന്നെ റൈസിൻസും കൂടി ഒന്ന് വീർത്ത് വരുന്ന കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ പാകത്തിനായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഒരേ പാനിൽ തന്നെ ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ വേറെ വേറെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാഷ്യൂനട്ടാണെങ്കിലും വല്ലാതെ മുരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം കേട്ടോ. നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീണ്ടും നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആദ്യം ചേർത്ത നെയ്യിൽ തന്നെയാണ് ഇതെല്ലാം ഫ്രൈ ചെയ്യുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ റൈസിൻസൊക്കെ വീർത്ത് വരാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ പായസത്തിൻ്റെ കളറ് ഒന്നുകൂടി ഒന്ന് ഡാർക്കായി വരും കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഒരുപാട് ഡാർക്കാവില്ല, ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അതുപോലെ തന്നെ ചൂട് മാറി വരുന്നതനുസരിച്ച് പായസം കുറുകി വരികയും ചെയ്യും. അതിനനുസരിച്ച് നമ്മളൊന്ന് നമ്മുടെ പാകത്തിനാക്കി എടുത്തിട്ടുണ്ടാവണം. ഇനിയിപ്പോൾ നമുക്ക് ഈ കാഷ്യൂനട്ടും റൈസിൻസും തേങ്ങാക്കൊത്തും എല്ലാം നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പായസത്തിൻ്റെ കളറ് മാറുന്നു പറഞ്ഞില്ലേ, പായസത്തിൻ്റെ കളർ മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്.
ബാക്കിയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു മീഡിയം ചൂടിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചൂടിൽ യൂസ് ചെയ്യുക, ഇളം ചൂടിൽ യൂസ് ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു ഇളം ചൂടിൽ കഴിക്കാണ് ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാ പായസവും റെസിപ്പീസും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.